നമസ്കാരം. മദ്യനയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യ നിലപാടിലേക്ക് പോവുകയാണ്. CPM അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ബാർ ഉടമകളെ നിലയ്ക്ക് നിർത്താൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ യെച്ചൂരിയുടെ നിർദ്ദേശം തള്ളാനാവാത്ത അവസ്ഥയിലാണ് MV ഗോവിന്ദൻ. BJP കാരണമാണ് തോറ്റതെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗവും MV ഗോവിന്ദൻ തള്ളി. സർക്കാർ വിരുദ്ധ വികാരമുണ്ടെന്ന് ബിനോയ് വിശ്വം കൂടി പറഞ്ഞതോടെ പിണറായി ഒറ്റയ്ക്കായി. മദ്യനയത്തിൽ ഇളവുകൾക്കായി പണപ്പിരിവ് ഉൾപ്പെടെയുള്ളവ നടത്തുന്നുവെന്ന ശബ്ദരേഖ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നുവെന്നതിന് തെളിവ് പുറത്തു വന്നു. ബാർ ഉടമകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി നിർദ്ദേശം. ബാർ ഉടമകൾക്കെതിരെ വ്യാപകമായി നടപടികൾ സ്വീകരിച്ച് സർക്കാരിന്റെ ഇമേജ് നന്നാക്കാമെന്നാണ് നിർദ്ദേശം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വിഷയം തീർക്കാനുള്ള സമ്മർദ്ദത്തിലാണ് പിണറായി വിജയൻ. ഗോവിന്ദന്റെ നിർദ്ദേശം അവഗണിക്കാനായിരിക്കും സർക്കാർ തൽക്കാലം തീരുമാനിക്കുക എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും പേര് പറഞ്ഞ് ബാർ ഉടമ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഭീഷണിപ്പെടുത്തി പിരിവ് നടത്തുകയാണെന്നാണ് ജില്ലാ ഘടകങ്ങളിലെ അംഗങ്ങളാണ് ഏപ്രിൽ 12-ന് പരാതി നൽകിയിരുന്നത്. പരാതി മുഖ്യമന്ത്രി എക്സൈസ് കമ്മീഷണറുടെ അന്വേഷണത്തിന് വിട്ടു. എന്നാൽ 2 മാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് കമ്മീഷണർ ബാർ ഉടമകളോട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെയും മറ്റും പേര് പറഞ്ഞ് പണപ്പിരിവ് നടക്കുന്നുവെന്ന പരാതി ലഭിച്ചാൽ ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കുകയാണ് സ്വാഭാവിക നടപടി. ഇപ്പോഴത്തെ വൈകൽ അസ്വാഭാവികമാണ്. ഇത്തരമൊരു ആരോപണം ഇടതുമുന്നണി സർക്കാരിനെതിരെ ഉയരുന്നത് നിർഭാഗ്യകരമാണെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിശ്വാസം. ആരോപണത്തിന്റെ വിശദാംശങ്ങൾ MV ഗോവിന്ദനിൽ നിന്നും യെച്ചൂരി മനസ്സിലാക്കിയ ശേഷമാണ് പരസ്യ പ്രതികരണത്തിന് നിൽക്കാതെ നടപടി ആരംഭിച്ചത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പിണറായി ബാർ ഉടമകളെ പിഴിയാൻ തുടങ്ങിയിരുന്നു. സംസ്ഥാനത്ത് ബ്രൂവറികൾക്ക് ലൈസൻസ് അനുവദിക്കാൻ സർക്കാർ ശ്രമം നടത്തിയെങ്കിലും അത് പൊളിഞ്ഞു. മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്നാണ് പദ്ധതി ഇല്ലാതെയാക്കിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മെത്രാന്മാരെല്ലാം മദ്യവിരുദ്ധരായിരുന്നു. അവരാണ് ബാർ കോഴ ആരോപണം സൃഷ്ടിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ശോഭ കെടുത്തിയത്. ഉമ്മൻചാണ്ടി ബാർ ലൈസൻസുകളുടെ വിതരണം നിർത്തിയത് തന്നെ മെത്രാന്മാരെ ഭയന്നാണ്. മലങ്കര സഭ അക്കാലത്തുണ്ടാക്കിയ പുകിലുകൾ ചെറുതല്ല. ബിഷപ്പ് സൂസേപ്പാക്യം പണ്ടേ മദ്യ ലഭ്യതയ്ക്ക് എതിരാണ്. അദ്ദേഹം തന്റെ നിലപാടുകളിൽ വെള്ളം ചേർത്തിട്ടില്ല. സൂസേപ്പാക്യത്തിന് അനാരോഗ്യം ബാധിച്ചതോടെ അദ്ദേഹം നിശബ്ദനായി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 78 ബാറുകൾക്കാണ് പുതിയ ലൈസൻസ് നൽകിയത്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം കഴിഞ്ഞ 10 മാസത്തിനിടെയാണ് ഇതിൽ 60 ബാറുകൾക്ക് ലൈസൻസ് നൽകിയത്. MV ഗോവിന്ദൻ എക്സൈസിൽ തുടർന്നിരുന്നുവെങ്കിൽ ഇത്രയധികം ബാറുകൾ അനുവദിക്കാൻ അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല. പിണറായി പറയുന്നതെല്ലാം കണ്ണുമടച്ച് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പാർട്ടിയുടെ താല്പര്യങ്ങൾ പോലും പലപ്പോഴും MV ഗോവിന്ദൻ അംഗീകരിച്ച് കൊടുക്കാറുണ്ടായിരുന്നില്ല. MP രാജേഷ് മന്ത്രിയായ ശേഷം വർദ്ധിപ്പിച്ച ബാർ ലൈസൻസ് ഫീസ് 2 മാസമായിട്ടും സർക്കാർ വാങ്ങിയിട്ടില്ല. 30 ലക്ഷത്തിൽ നിന്ന് 35 ലക്ഷമാക്കി ലൈസൻസ് ഫീസ് ഉയർത്തി ജൂലൈ 27-നാണ് മദ്യനയം പ്രഖ്യാപിച്ചത്. 777 ബാറുകളിൽ നിന്നായി 38.85 കോടി രൂപ ലഭിക്കാനുണ്ടായിട്ടും ഈ തുക വാങ്ങിയെടുക്കാൻ സർക്കാരിന് ഉത്സാഹമില്ല. ഫീസ് വർദ്ധിപ്പിച്ചുള്ള ചട്ട ഭേദഗതി ആയില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വർദ്ധിപ്പിക്കുന്ന ലൈസൻസ് ഫീസ് നൽകണമെന്ന ഉറപ്പ് രേഖാമൂലം വാങ്ങിയാണ് സാമ്പത്തിക വർഷം ആദ്യം ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകിയത്. പഴയ ഫീസായ 30 ലക്ഷം രൂപ അടപ്പിച്ചു. ഫീസ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ബാർ ഉടമകൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മാസങ്ങളോളം ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ശേഷമാണ് ഫീസ് 35 ലക്ഷമാക്കി ഉയർത്തി കഴിഞ്ഞ ജൂലൈ അവസാനം നയം പ്രഖ്യാപിച്ചത്. ഇതിന് പാർട്ടിയുടെ അംഗീകാരമുണ്ടായിരുന്നു. കൂട്ടിയ ഫീസ് അടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ട ബാർ ഉടമകളുടെ സംഘടന സർക്കാരിനെ സമീപിച്ചിരുന്നു. വെറുതെ ഫീസ് ഉയർത്തിയെങ്കിലും തുക സർക്കാർ ഖജനാവിൽ എത്തിയിട്ടില്ല. ചട്ട ഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ അടിയന്തരമായി വേണമെന്ന മദ്യനയത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടും ചട്ടം തയ്യാറാക്കിയില്ല. ഈടാക്കാത്തതിൽ ധനവകുപ്പ് മന്ത്രി ബാലഗോപാലും അതൃപ്തിയിലായി. സർക്കാരിന്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. ഒരു തരത്തിലും നികുതി പിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സാധാരണ നികുതികൾ പോലും പിരിച്ചെടുക്കാറില്ല. ഈ സാഹചര്യത്തിൽ നികുതി ഊർജിതമായി പിരിക്കാൻ ധനമന്ത്രി പലവട്ടം നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ ഫലമുണ്ടായില്ല. അതിനിടെയാണ് എക്സൈസ് പിരിവിന്റെ ഉദാസീനത വാർത്തയായി മാറിയത്. തോന്നിയ മട്ടിൽ ബാറുകൾ അനുവദിക്കുന്നുവെന്ന ആക്ഷേപം സർക്കാരിന് മേലുണ്ട്. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം 78 ബാറുകൾക്കാണ് പുതിയ ലൈസൻസ് നൽകിയത്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം കഴിഞ്ഞ 10 മാസത്തിനിടെയാണ് ഇതിൽ 60 ബാറുകൾക്ക് ലൈസൻസ് നൽകിയതെന്ന കൗതുകവുമുണ്ട്.
കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം ബാറുകൾ ഉണ്ടായിരുന്നത് 720 എണ്ണമാണ്. 2013-14 ഇതിനെയും മറികടന്നാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബാറുകളുടെ എണ്ണം 777 ഉയർന്നത്. 2014-15 മദ്യനയത്തിന്റെ ഭാഗമായി ബാറുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടിയ ശേഷം UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ 29 പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. UDF സർക്കാർ പൂട്ടിയ 482 ബാറുകൾക്ക് ലൈസൻസ് നൽകിയതിന് പുറമെ കഴിഞ്ഞ 7.5 വർഷത്തിനിടെ 266 ലൈസൻസ് പുതിയതായി നൽകി. മദ്യം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുക. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ വരികളാണ് മുകളിലുള്ളത്. അതേ സർക്കാർ അധികാരമേറ്റ 9 മാസത്തിനിടയിൽ സംസ്ഥാനത്ത് അനുവദിച്ചത് 32 ബാർ ലൈസൻസുകളാണ്. അതേ കൊല്ലം 8 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ അനുവദിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും അധികം ബാറുകൾ അനുവദിച്ചത്. 3 സ്റ്റാറോ അതിനു മുകളിലോ പദവിയുള്ള ഹോട്ടലുകൾക്ക് ബാർ അനുവദിക്കാമെന്നാണ് നയം. എന്നാൽ മദ്യത്തിന്റെ ലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്നാണ് സർക്കാർ അക്കാലത്ത് പറഞ്ഞത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ബാറുകൾ വളർത്താൻ ശ്രദ്ധിച്ചു. ഗോവിന്ദൻ പരസ്യമായി നിലപാടെടുത്തത് ഈ സാഹചര്യത്തിലാണ്. യെച്ചൂരിയും ഗോവിന്ദനും ജയിക്കുമോ അതോ പിണറായി ജയിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നന്ദി.